ഇപ്പൊ വിവാഹമോചനങ്ങൾ ഇന്ന് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. വിവാഹമോചനങ്ങൾ വിഷമകരമാണ് സുഹൃത്തുക്കളെ, നമുക്കൊക്കെ സങ്കടകരമാണ്. വളരെ സന്തോഷത്തിൽ നിക്കാഹൊക്കെ കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴേക്കും പറയും അത് മുന്നോട്ട് പോകില്ല, അത് ഞങ്ങൾ ഒഴിവാക്കിച്ചു എന്ന ആളുകൾ വളരെ സിമ്പിളായിട്ട് പറയും. നോക്കൂ നിങ്ങൾ, ഇസ്ലാം എന്തുമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട് നിങ്ങൾ. ഒരു വിവാഹ ബന്ധം ഒരിക്കലും വിവാഹമോചനത്തിലേക്ക് എത്താതെ അതിനെ പരിരക്ഷിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പുരുഷന്മാരോട് പറഞ്ഞു, വാശിറൂഹുന്ന ബിൽ മാറൂഫ്, നല്ല നിലക്ക് പെരുമാറണം. പെരുമാറ്റം കൊണ്ടാണ് അധിക വിവാഹങ്ങളും മോചനത്തിലേക്ക് എത്തുന്നത്. നല്ല നിലക്ക് പെരുമാറണം, പുരുഷന്മാരോട് പറഞ്ഞ അതാണ്. സ്ത്രീകളോടോ വസ്സാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ഗൈബ്, അള്ളാഹിനെ അനുസരിക്കണം, ഭക്തിയുള്ളവരാകണം, ഭർത്താവിനെ അനുസരിക്കണം. ഇതൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തു. ഇനി എന്തെങ്കിലും ഒരു നുഷൂസ്, എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ചല്ലായ്മ കണ്ടു എന്ന് വിചാരിക്കാം, നമ്മള് മനസ്സ് പൊട്ടിപ്പോകുന്നൊരു നിമിഷക്കാരത്. മകളും മരുമകനും നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന സ്വപ്നങ്ങൾ കണ്ട് സൽക്കാരങ്ങൾ ഇങ്ങനെ അരങ്ങേറുമ്പോൾ മോളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്താണ്, ശരിയാടില്ലമ്മ, എനിക്കത് മുന്നോട്ട് പോകും തോന്നുന്നില്ല എന്ന് മോള് പറഞ്ഞാൽ കരള് പൊട്ടാത്ത വാപ്പിയമ്മ ഉണ്ടാവും. എന്താ സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ടത്? ആണും പെണ്ണുമാണോ? അവർക്ക് തമ്മിൽ ഇഷ്ടമുണ്ടോ? അവരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും, ഒരു സംശയം നമുക്ക് വേണ്ട. ആണും പെണ്ണുമാണോ? അവർക്കിടയിൽ ഒരു ആകർഷണം അല്ല ഉണ്ടാക്കിയിട്ടുണ്ട്. വഖലഖനാകും അസ്വാജ. എന്ത് പ്രശ്നമുണ്ടോ ആ പ്രശ്നം പറഞ്ഞു തീർക്കാൻ പറ്റും, ഒരു പ്രശ്നമല്ല. പക്ഷെ അത് പറയാനും സംസാരിക്കാനുമുള്ള ഒരു സാവകാശമില്ലാതെയാണ് ഇതൊക്കെ പിരിഞ്ഞു പോകുന്നതാണ്. എത്രമാത്രം ത്വലാഖ് പറഞ്ഞാൽ പോലും അസ്കിനൂകുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജുദിക്കും, എവിടെയാണ് അവൾ താമസിക്കേണ്ടത്? ത്വലാഖ് ചെയ്ത പുരുഷന്റെ വീട്ടിൽ താമസിക്കണം. അതാ ഇസ്ലാം. ഇത് ത്വലാഖ് ചെയ്ത പുരുഷന്റെ വീട്ടിൽ താമസിക്കണം. അപ്പൊ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് ഇവളെ കൂടെ തന്നെ ജീവിക്കാൻ തോന്നുകയാണെങ്കിലോ ഒന്നും വേണം, നിക്കാഹ് വേണ്ട. ത്വലാഖ് ചെയ്ത പെണ്ണിനെ തിരിച്ചു കൊണ്ടുവരാൻ നിക്കാഹ് വേണ്ട. ആലോചിച്ച് നോക്കുക, ആ തിരിച്ചുവരവിന്റെ സാധ്യത എത്രമാത്രമാണ് അള്ളാഹു അനുവദിച്ചത്. നീ എൻ്റെ കൂടെ വാ, നമുക്ക് ഒന്നിച്ച് ജീവിക്കാം എന്ന് അയാൾ അവളോട് പറഞ്ഞാൽ അന്ന് മുതൽ അവർക്ക് വീണ്ടും ഒന്നിച്ച് ജീവിക്കാം. അത്രമാത്രം. മാത്രല്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് വിവാഹമോചനം ഉണ്ടാകണം. എന്തുകൊണ്ടാണ് നിങ്ങൾ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 2 കുട്ടികളുടെയും രക്ഷിതാക്കന്മാർ തമ്മിൽ സംസാരിക്കും. മിക്കവാറും അത് ഫോണിലാണ് സംസാരിക്കുക. അപ്പൊ സംസാരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നിങ്ങൾ ആണിന്റെ വീട്ടുകാര് വാപ്പിയമ്മയും ആ പയ്യനെ ന്യായീകരിക്കും, പെണ്ണിന്റെ വീട്ടുകാര് അവരുടെ മകളെ ന്യായീകരിക്കും. ആ ന്യായീകരണങ്ങൾ പരസ്പരം കേൾക്കുമ്പോൾ എത്ര നേരം സഹിച്ചു നിൽക്കും? അത് തികച്ചും അന്യായമാണെന്ന് അറിയുന്നവർ പ്രതികരിക്കും. അത് മകൾക്ക് വേണ്ടി പ്രതികരിക്കുമ്പോൾ വൈകാരികമാകും. മകന് വേണ്ടി സംസാരിക്കുമ്പോൾ മകൻ എന്താ വികാരം? നമ്മുടെ വാക്കുകളെ വൈകാരികമാക്കും. പറയാൻ പറ്റാത്തത് പറഞ്ഞു പോയിട്ടുണ്ടാകും. ഒരിക്കലും ആ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ പറ്റാത്ത വാക്കുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അവരൊന്നിച്ചു ജീവിച്ചാൽ പോലും വാപ്പമാർക്കും ഉമ്മമാർക്കും ഒന്നിച്ച് കണ്ടുമുട്ടാൻ പറ്റാത്ത വാക്കുകളും പ്രയോഗങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇസ്ലാം എന്താ പറഞ്ഞത്? വേണ്ടാന്ന തമ്മ സംസാരിക്കണ്ട. ഹക്കമം മിൻ അഹ്ലിഹ വഹക്കമം മിൻ അഹ്ലിഹി. 2 ഭാഗത്തും മധ്യസ്ഥന്മാര് വേണം. ആ മധ്യസ്ഥന്മാരോട് നമ്മൾ എല്ലാ വിഷയങ്ങളും പറയണം. എന്നിട്ട് മധ്യസ്ഥന്മാർ തമ്മിൽ സംസാരിക്കണം. എന്നിട്ട് പിരിയാണെങ്കിലോ തച്ച് പിരിയാനല്ല, ഏറ്റവും മാന്യമായ പിരിച്ചിൽ. എങ്ങനെ പിരിയണം? പിരിഞ്ഞാൽ എന്തു പറയണം? വിവാഹമോചിതമായത് എന്തുകൊണ്ടെന്ന കാരണം ആളുകൾ ചോദിക്കുമ്പോൾ എന്തു മറുപടി പറയണം? ഇടപാടുകൾ എങ്ങനെ അവസാനിപ്പിക്കണം? ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ സംരക്ഷണം ആര് നിർവഹിക്കണം? ആ കുട്ടി എവിടെ ജീവിക്കണം? വാപ്പന്റെ അടുത്തേക്ക് എപ്പോൾ പോകണം? ഉമ്മന്റെ കൂടെ എപ്പോൾ നിൽക്കണം? ആ കുട്ടിയുടെ ചെലവുകൾ എങ്ങനെ ഉമ്മക്ക് വാപ്പ എത്തിച്ചു കൊടുക്കും? എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനമാക്കാറുണ്ട് സുഹൃത്തുക്കളെ. ഇങ്ങനെയൊക്കെയുള്ള ആലോചനകൾ നടക്കുന്നുണ്ടോ? ഈ മഹാകുടുംബ സമ്മേളനങ്ങൾ അവസാനിക്കുമ്പോൾ പോലും നമ്മൾ ആലോചിക്കണം, വർദ്ധിച്ചു വരുന്ന വിവാഹമോചനങ്ങളെ എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റും? പിരിയും എന്ന് വിചാരിക്കുന്ന ബന്ധങ്ങളെ നമുക്കെങ്ങനെ യോജിപ്പിക്കാൻ പറ്റും? സ്വപ്നങ്ങൾ തകർന്നടിയുന്നു എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ആ മക്കളെ പരസ്പരം സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാക്കാൻ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും? ഇതൊക്കെ ആലോചിക്കേണ്ട ഏറ്റവും നല്ല സന്ദർഭങ്ങളാണിത്.